അപ്പോൾ ഇങ്ങനൊരു എറ ജനറേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി എന്ത് കൈൻഡ് ഓഫ് വെൽത്ത് ക്രിയേഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ആക്ച്വലി? ഇപ്പോൾ വെൽത്ത് ക്രിയേഷൻ്റെ ഒരു ഡൈനാമിക്സ് കഴിഞ്ഞൊരു ഫ്യൂ ഡെക്കേഡ്സ് ആയിട്ട് കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ലാൻഡ് ലോഡ്സ്, മൊണാർക്സ് അല്ലെങ്കിൽ ലാൻഡ് ഓൺ ചെയ്യുന്നവരായിരുന്നു വെൽത്ത് ക്രിയേഷൻ്റെ ഒരു മേജർ പില്ലർ എന്ന് പറയും. കാരണം അന്ന് അഗ്രികൾച്ചറാണ് വെൽത്ത് ക്രിയേഷൻ്റെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇക്കോണമിയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതാണ്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്ന് വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി മാറി. ഇന്ന് ഡിജിറ്റൽ അസറ്റ്സ്, അതുപോലെ തന്നെ IPs, നമുക്ക് എനി സോർട്ട് ഓഫ് മറ്റുള്ള, അതായത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിക്കൊണ്ടുള്ള ഒരുപാട് വെൽത്ത് ക്രിയേറ്റിംഗ് മെത്തേഡ്സ് വന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ തന്നെ ഏറ്റവും വലിയ ബില്യണേഴ്സിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ടെക് ഇൻഡസ്ട്രീസും മറ്റും വരുന്നവരായിരിക്കും. അപ്പോൾ ദർ ഇസ് നോ റിയൽ എസ്റ്റേറ്റ് ഇൻവോൾവ് ദർ. അപ്പോൾ ഇതാണ് മോഡേൺ വേൾഡിലുള്ള എന്താ പറയുക, ഒരു വെൽത്ത് ക്രിയേറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എത്ര ട്രഡീഷണൽ ബിസിനസ് റൺ ചെയ്യുന്നവരായിക്കോട്ടെ, അവരെല്ലാവരും ഇനി തിങ്ക് ചെയ്യേണ്ടത് എന്താണ്, അവരുടെ എക്സിസ്റ്റിംഗിലുള്ള ഈ ബിസിനസ്സിനെ എങ്ങനെ ഈ ഒരു മോഡേൺ വെൽത്ത് ക്രിയേറ്റിംഗ് പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അവർക്ക് എങ്ങനെ അവരുടെ ബിസിനസ്സുകളെ മറ്റും ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റും, അതിനൊരു ഡിജിറ്റലി കൂടെ എന്താ പറയുക എനേബിൾഡ് ആയിട്ടുള്ള ഒരു അസറ്റായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മളൊരു ഡിജിറ്റൽ ആണെങ്കിലും വളരെ വൈകാണ്ട് വി ആർ ഗോയിങ് ബാക്ക് ടു ദ പാസ്റ്റ്. പക്ഷേ അവിടെ ലാൻഡ് ആവില്ല മേജർ, ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി ഗോ ബാക്ക് ടു അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്. കാരണം ഇനി നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഡിജിറ്റലി ഉള്ള എല്ലാ സംഭവങ്ങളും AI കൊണ്ടുപോകുന്നതോടുകൂടെ ഇനി മനുഷ്യനിനി ആവശ്യം എന്താണ്, ഫാമിംഗ് തന്നെയാണ്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് urban ഫാമിംഗ് ആയിരിക്കും. പുതിയ ഫാമിംഗ് ടെക്നോളജീസ് അല്ലെങ്കിൽ കൺട്രോൾഡ് എൻവയൺമെൻറ്റ് ഫാമിംഗ്, അല്ലെങ്കിൽ CE ഫാമിംഗ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിലായിരിക്കും ഇനി മറ്റൊരു വെൽത്ത് ക്രിയേഷൻ സംഭവിക്കാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ആ ഒരു പാർട്ടിലായിരിക്കും.